പ്രിയപ്പെട്ടവരെ, ഹലോ മലയാളം തുടങ്ങുമ്പോൾ ഈ ദിവസത്തെ ഏറ്റവും വലിയ വിശേഷം, ഏറ്റവും വലിയ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് എളിമയുടെ സന്ദേശം ഉയർത്തി പെസഹ വ്യാഴമാണ്. 12 ശിഷ്യരുമൊത്തുള്ള യേശുദേവന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നത്. ദേവാലയങ്ങളിലൊക്കെ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷകളും ഒക്കെ നടക്കും. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. കോതമംഗലം വലിയ പള്ളിയിൽ ശ്രേഷ്ഠ കാത്തോലിക്ക ജോസഫ് ബാവയാണ് തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. അപ്പോൾ നമുക്ക് പള്ളികളിലെ ചടങ്ങുകളിലേക്ക് പോകണം. കാരണം ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ നമുക്ക് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നിന്ന് നമ്മുടെ സഹിൻ ആന്റണിയും താമരശ്ശേരി കത്തീഡ്രലിൽ നിന്ന് ലിനറ്റ് വർഗീസും ചേർന്നുണ്ട്. ആദ്യം നമുക്ക് ലിനറ്റിലേക്ക് പോകാം. ലിനറ്റ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പെസഹയാണ്. പള്ളികളിലൊക്കെ പ്രത്യേക ശുശ്രൂഷയും പ്രാർത്ഥനയും ഒക്കെ ആരംഭിച്ചു എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ പള്ളിയിൽ എന്ത് ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്? വിവരങ്ങൾ പറയാം ലിനറ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസം കൂടിയാണ് പെസഹ വ്യാഴം. ഈ വ്യാഴാഴ്ചയാണ് യേശുദേവന്റെ അന്ത്യത്താഴം ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ് ഈ പെസഹ വ്യാഴമായി ക്രൈസ്തവരെല്ലാവരും ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പുറം നാട്ടിലും അതോടൊപ്പം പഠിക്കാനൊക്കെ പോയവർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയും അവരെല്ലാവരും സ്വന്തം ദേവാലയത്തിൽ ഒത്തുകൂടുന്ന ദിവസം കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് താമരശ്ശേരി മേരിമാത കത്തീഡ്രലിന്റെ തൊട്ട് മുൻപിലാണ്. ഇവിടെ കുർബാന തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം അതിനുശേഷം കാലുകഴുകൽ ശുശ്രൂഷയൊക്കെ തന്നെ പുരോഗമിക്കുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. പ്രത്യേകിച്ച് വിശ്വാസികൾ എല്ലാവരും ഈ ഒരു ചടങ്ങുകളിലേക്കും ശുശ്രൂഷകളിലേക്കും ഒക്കെ പങ്കെടുക്കാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ താമരശ്ശേരി രൂപതാ ബിഷപ്പായിരിക്കുന്ന റിമിജിയോസ് മാർ ഇഞ്ചനാനിയലാണ് ഈ ശുശ്രൂഷകൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ യേശുദേവൻ കാണിച്ച ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതായത് എല്ലാവരെയും തുല്യരായി കാണണമെന്നും ഞാൻ യുടെ സന്ദേശം നൽകിയ ഒരു കാര്യമായിരുന്നു. സ്വന്തം ശിഷ്യന്മാരുടെ 12 ശിഷ്യന്മാരുടെയും കാലുകൾ കഴുകി കാലുകളിൽ ചുംബിക്കുന്ന ഒരു സാഹചര്യം. സാധാരണ രീതിയിൽ ഗുരുക്കന്മാരുടെ കാലുകൾ ശിഷ്യന്മാർ കഴുകുന്നത് സാധാരണമാണ്. പക്ഷേ അവിടെ നിന്നൊക്കെ മാറിക്കൊണ്ട് യേശുദേവൻ ചെയ്ത ഒരു കർമ്മമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. കാരണം ഈ ഗുരുക്കന്മാരുടെ കാലുകൾ കഴുകുന്നതിന് പകരം ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ഈ എളിമയുടെ വലിയ സന്ദേശം നൽകിയ ഒരു കർമ്മമാണ്. അതിനെ ഇവിടെ പുനരാവിഷ്കരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഇവിടെയുള്ള വൈദികരും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള മേൽപ്പട്ടക്കാർ ആരാണോ, ഓരോ പള്ളിയിലെ വൈദികരാകാം, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ബിഷപ്പുമാരാകാം, തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകൾ കഴുകുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ കാലുകൾ കഴുകി അവരുടെ കാലുകൾ ഈ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ട് തുടച്ച് അതിനുശേഷം കാലുകൾ കഴുകി ആ കാലുകളിൽ തന്നെ ചുംബിക്കുന്ന ഒരു കർമ്മമാണ് ഉള്ളത്. യേശുദേവൻ ചെയ്ത അതേ കർമ്മം തന്നെ ഇവിടെ ഓരോ പള്ളികളിലും അനുസ്മരണയോടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെയും കാലുകൾ കഴുകും. അതിനുശേഷം വിശുദ്ധ കുർബാന നടത്തും. അതായത് എല്ലാവരുടെയും, ക്രൈസ്തവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ദിവസമാണ്. എല്ലാ പെസഹായ്ക്കും സ്വന്തം ദേവാലയങ്ങളിൽ തന്നെ പങ്കെടുക്കണമെന്നാണ് ഓരോ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യം. അതുകൊണ്ട് എല്ലാവരും നിർബന്ധപൂർവമായി ക്രൈസ്തവരുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, എല്ലാവരും അവനവൻ്റെ പള്ളിയിൽ തന്നെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണമെന്ന്. പെസഹ വ്യാഴാഴ്ച എല്ലാവരും സ്വന്തം പള്ളികളിലേക്ക് എത്തുന്ന ഒരു ദിവസമാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, സ്വന്തം തറവാട്ടുകളിലേക്ക്, സ്വന്തം വീട്ടിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ വീട്ടിലോട്ട് എത്തിയതിന് ശേഷം വൈകുന്നേരങ്ങളിൽ വീടുകളിൽ അപ്പമുറിക്കൽ ശുശ്രൂഷ നടക്കും. പ്രത്യേകിച്ച് ഈ അപ്പമുറിക്കൽ ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ എടുത്തു പറയേണ്ടത് ഓർമ്മകൾ ഒരുപാടാണ്. കാരണം നമ്മളുടെ തറവാടുകളിലായിരിക്കും ഈ ഒരു അപ്പമുറിക്കൽ ശുശ്രൂഷയൊക്കെ നടക്കുന്നത്. ഏറ്റവും മുതിർന്ന ആളായിരിക്കും ഇത്തരത്തിലുള്ള അപ്പമുറിക്കൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. അവർ എല്ലാവരും, വീട്ടിലെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ കുരുത്തോല, അതായത് ഓശാന ഞായറാഴ്ചയ്ക്ക് കിട്ടിയ കുരുത്തോല വെച്ച് ഉണ്ടാക്കിയ കുരിശപ്പം മുറിച്ചുകൊണ്ട് ഈ
ഈ മുതിർന്നവർ കുഞ്ഞു കുട്ടികൾ മുതൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഈ കുരിശപ്പം നൽകുകയും അതോടൊപ്പം ഒരു പാലും കൂടെ ഉണ്ടാവും. ഈ രണ്ട് കാര്യങ്ങളും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യുന്നൊരു ചടങ്ങാണ് ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ. ഇത് എല്ലാ വീടുകളിലും അപ്പം മുറിക്കൽ ശുശ്രൂഷകൾ ഇന്ന് നടത്തും. പ്രത്യേകിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാവരുടെയും ഒരു കടന്നുപോകൽ എന്നാണ് പറയുന്നത്. ബൈബിളിലൊക്കെ പറയുന്നത് പോലെ പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട്. പ്രത്യേകിച്ചിനത് പഴയ നിയമത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പെസഹായിനെ കുറിച്ച് ആദ്യം പറയുന്നത്. ഈ പെസഹ ഉണ്ടായതിനെ അനുസ്മരിച്ചുകൊണ്ട് യേശുദേവൻ ആചരിച്ചതാണ് യേശുദേവൻ്റെ അവസാന അത്താഴമായി എടുത്തു പറയുന്നത്. ഈ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ബാധകളെ അയച്ച അതേ സമയം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പെസഹാചരണത്തിന് തുടക്കമായത്. ആ രക്ഷപ്പെടലിനെ ഓർമ്മിപ്പിക്കാൻ തക്കവിധമാണ് പിന്നീട് യഹൂദരെല്ലാവരും തന്നെ പിന്നീട് ഈ പെസഹ ആചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ ആചരണത്തിനൊപ്പം തന്നെയാണ് യേശുദേവൻ അന്ന് 12 ശിഷ്യന്മാരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അതിനുശേഷം അന്ന് രാത്രിയോടുകൂടിയാണ് യേശുക്രിസ്തുവിനെ യഹൂദന്മാർ പിന്നീട് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ക്രൈസ്തവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ ഒരു ദിവസം തന്നെയാണ് യേശുക്രിസ്തു പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അപ്പം എടുത്ത് മുറിച്ച് തമ്മിൽ എല്ലാവർക്കും നൽകണമെന്ന് യേശുക്രിസ്തു പറഞ്ഞ അതേ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, വലിയ ചടങ്ങുകളാണ്. വലിയ ആഴ്ചയിലേക്കാണ് ക്രൈസ്തവരെല്ലാവരും കടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെസഹാ വ്യാഴമാണ്, നാളെ ദുഃഖവെള്ളിയാണ്. അതുകൊണ്ട് ഇന്ന് തുടർച്ചയായി ഈ ഒരു കുർബാനയ്ക്ക് ശേഷം പല പള്ളികളിലും ആരാധനകൾ നടത്തും. വൈകുന്നേരം എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള അപ്പം മുറിക്കൽ ശുശ്രൂഷകളുണ്ടാവും. അതിനുശേഷം നാളെ ദുഃഖവെള്ളിയാഴ്ചയുടെ ചടങ്ങുകളിലേക്ക് കടക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു കൂടിവരവ് കൂടുകയാണ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, മുതിർന്നവരും യുവാക്കളും കുട്ടികളും ഒക്കെ തന്നെ ഈ ഒരു പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിലേക്കും സ്വന്തം പള്ളിയിലേക്കും വരുന്ന ഒരു ദിവസമാണ്. എല്ലാവരും തന്നെ കുർബാന സ്വീകരിക്കുന്ന എടുത്തു പറയേണ്ട ഒരു ദിവസം കൂടിയാണ് ഈ പെസഹാ വ്യാഴം. സേതുലക്ഷ്മി. ശരി ലിനറ്റ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ടത് താമരശ്ശേരി കത്തീഡ്രലിലെ കാഴ്ചകളാണ്. അവിടെ പ്രാർത്ഥന പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രാർത്ഥനാ ചടങ്ങുകളെക്കുറിച്ച് വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു ലിനറ്റ് വർഗീസ്. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ നിന്ന് നമുക്കിപ്പം സഹിൻ ആന്റണി കൂടി ചേരുന്നുണ്ട്. സഹിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അവിടെ എന്തൊക്കെ ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത് സഹിൻ? സേതു, നമ്മളിപ്പോഴുള്ളത് സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ സെൻറ്റ് ഫ്രാൻസിസ് കത്തീഡ്രലിലാണ്. ഇവിടെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നേതൃത്വത്തിലാണ് പെസഹ വേഴ ശുശ്രൂഷകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച ലിനറ്റ് കാര്യങ്ങൾ വിശദമായി തന്നെ സംസാരിച്ചിരുന്നു. കാരണം ഈ പെസഹ വേഴം ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആഴ്ച എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെയും പീഡനത്തിൻ്റെയും സഹനത്തിൻ്റെയും എല്ലാം ഒരാഴ്ചയാണ് ഈ പെസഹ വേഴ ഉൾപ്പെടെയുള്ള ഈസ്റ്റർ വരെയുള്ള ഞായറാഴ്ച എന്ന് പറയുന്നത്. 50 നോമ്പ് അത് അവസാനിക്കുന്നത് ഈസ്റ്റർ ദിനത്തിലാണ്. അതിന് മുന്നോടിയായി പെസഹ വ്യാഴം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പെസഹ അപ്പം തന്നെയാണ്. സാധാരണ പുളിപ്പില്ലാത്ത ഒരപ്പം, ആ അപ്പം കഴിക്കുന്നതോടുകൂടി ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ നേരത്തെ ലിനറ്റിനെ സൂചിപ്പിച്ചിരുന്ന ഒരു കുടുംബനാഥനാണ് ഈ അപ്പം മുറിക്കുന്നത്. അത് ഒരു കുടുംബത്തിൻ്റെ ഐക്യത്തെയും ഒപ്പം തന്നെ സഹനത്തെയും ഒപ്പം തന്നെ അവർ തമ്മിലുള്ള സ്നേഹത്തെയും എല്ലാം സൂചിപ്പിക്കുന്നു. കൂടാതെ ഇന്ന് ഈ ചടങ്ങ് അവസാനിക്കുന്നതോടുകൂടി നാളെ ദുഃഖവെള്ളിയാഴ്ച ദിവസമാണ്. ദുഃഖവെള്ളിയാഴ്ചയിലേക്ക് കടക്കും. ദുഃഖവെള്ളിയാഴ്ച ദിവസം സാധാരണ നമുക്കറിയാവുന്നത് പോലെ തന്നെ എല്ലാ വിശ്വാസികളും പള്ളിയും ഒപ്പം തന്നെ ഭക്തിയും എല്ലാമായി കഴിയുന്ന ഒരു ദിവസം കൂടിയാണ് ദുഃഖവെള്ളിയാഴ്ച. അതിന് മുന്നോടിയായിട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ പെസഹ വ്യാഴം സെൻറ്റ് ഫ്രാൻസിസ് കത്തീഡ്രലിൽ അതിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പെസഹ വ്യാഴ ദിനത്തിലെ ഒരു സന്ദേശം സെൻറ്റ് ഫ്രാൻസിസ് കത്തീഡ്രലിൽ മേജർ ആർച്ച് ബിഷപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ ഈ കാലുകഴുകൽ ശുശ്രൂഷ ആരംഭിക്കും. പ്രത്യേകം തിരഞ്ഞെടുത്ത 12 പേരെ, അത് എല്ലാ ഇടവകളിലും ഇത്തരത്തിൽ തന്നെ ആയിരിക്കും. പ്രത്യേകം തിരഞ്ഞെടുത്ത 12 പേരുടെ കാലുകൾ ആ പള്ളിയിലെ പുരോഹിതൻ കഴുകും. അതോടുകൂടിയായിരിക്കും ദുഃഖവ്യാഴത്തിൻ്റെ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുക.